മധുരയിൽ നിങ്ങൾക്കറിയുന്ന പോലെ CPM 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങ് അല്പനിമിഷങ്ങൾക്കകം ആരംഭിക്കും. നമുക്കപ്പം ശ്രീജിത്ത് കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, പതാക ഉയർത്താനുള്ള കാര്യങ്ങളായോ? പറയൂ. പതാക ഉയർത്തൽ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, PB അംഗം MA ബേബി, ബൃന്ദ കാരാട്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം G രാമകൃഷ്ണൻ, മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സുഭാഷിണി അലി, BV രാജു എന്നിവരെല്ലാം തന്നെ ഈ കൊടിമരത്തിന് അടുത്തേക്ക് എത്തി നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി എത്തിക്കഴിഞ്ഞാൽ പതാക ഉയർത്തൽ ചടങ്ങിനായി മുതിർന്ന നേതാവ്, ബംഗാളിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ബിമൻ ബോസിനെ ക്ഷണിക്കും. അദ്ദേഹമാണ് പതാക ഉയർത്തുന്നത്. പാർട്ടിയുടെ കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ഏറ്റവും തലമുതിർന്ന നേതാവാണ് പതാക ഉയർത്തുന്നത്. അതാണ് CPM-ന്റെ സംഘടനാ രീതി. ആ സംഘടനാ രീതി പാലിച്ചുകൊണ്ടാണ് ബംഗാളിൽ നിന്നുള്ള മുതിർന്ന നേതാവ്, ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെ അദ്ദേഹമാണ് ഇവിടെ പതാക ജ്വലിപ്പിക്കും. ഇന്നലെ 4 ദീപശിഖ റാലികൾ ഇവിടെ ഈ സമ്മേളന നഗരിയായ സീതാറാം വെൺമണി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുവന്ന പതാകയാണ് ഇവിടെ ഈ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഉയർത്തുന്നത്. ഉയർത്തൽ ചടങ്ങ് അല്പനിമിഷങ്ങൾക്കകം ആരംഭിക്കും. ഹിന്ദു ചീഫ് എഡിറ്റർ N റാം ഉൾപ്പെടെ നിരീക്ഷകരും പാർട്ടി കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതനായി എത്തി. സാംസ്കാരിക നായകന്മാരൊക്കെ ഈ പാർട്ടി കോൺഗ്രസിൽ ചില നിരീക്ഷകരായിട്ട് എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തൽ വേദിയിലേക്ക് തന്നെ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. DP നേതാവ് രാജ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. പതാക ഉയർത്തൽ ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മധുരയിൽ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ പതാക ഉയരും. മുഖ്യമന്ത്രി വരികയാണ്. പതാക ഉയർത്തൽ ചടങ്ങ് നിമിഷങ്ങൾക്കകം ആരംഭിക്കും. പതാക ഉയർത്തും ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു. ബൽറാം, സമ്പന്നരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തപ്പെടും. വിവരങ്ങൾ. SKN 24ാം പാർട്ടി കോൺഗ്രസിനുള്ളിൻ്റെ പതാക അല്പസമയത്തിനകം തന്നെ ഉയർത്തും. വളരെ വൈകാരികമായ ചരിത്രപരമായ ഒരു ചടങ്ങാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന് തന്നെയാണ് നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ പതാക ഉയർത്തൽ ചടങ്ങിനായി നേതാക്കൾ എല്ലാവരും തന്നെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ പതാകയ്ക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, ബൃന്ദ കാരാട്ട്, തപൻ സെൻ അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നു ഈ പതാകയ്ക്ക് സമീപത്തേക്ക്. ഒപ്പം തന്നെ CPI ജനറൽ സെക്രട്ടറി D രാജയും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നേതാക്കൾ ഇപ്പോൾ പതാകയ്ക്ക് സമീപത്തേക്ക് എത്തുകയാണ്. ഈ ചടങ്ങിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങ് നടക്കും. വെൺമണി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും റെഡ് വോളണ്ടിയേഴ്സ് കൊണ്ടുവന്ന പതാക, അത് കൊണ്ടുവന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം U വസുഗിയുടെ നേതൃത്വത്തിലാണ്. ആ പതാക AK പത്മനാഭൻ, മുതിർന്ന നേതാവ് AK പത്മനാഭൻ ഏറ്റുവാങ്ങും. അതിനുശേഷമാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുക. പാർട്ടിയുടെ മുതിർന്ന നേതാവ്, പശ്ചിമ ബംഗാളിലെ മുൻ സംസ്ഥാന സെക്രട്ടറിയും നിലവിലെ ലെഫ്റ്റ് ഫ്രണ്ട് കോർഡിനേറ്ററുമായ ബിമൻ ബോസ് ആണ് ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കുക. അദ്ദേഹം കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അദ്ദേഹം പ്രായപരിധിയെ തുടർന്ന് ഈ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പടിയിറങ്ങിയ ബിമൻ ബസുവാണ് ഇത്തവണ 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ പതാക ഉയർത്തുന്നത് എന്നുള്ള ഒരു ചരിത്രപരമായ ദൗത്യം കൂടി അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തുകയാണ്. ബിമൻ ബോസും വേദിക്ക് സമീപം എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് എന്നിവർക്ക് നടുവിലായാണ് മുതിർന്ന നേതാവ് ബിമൻ ബോസ് എത്തിയിരിക്കുന്നത് ഈ പതാകയ്ക്ക് അരികിലേക്ക്. ഒപ്പം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ കോൺഗ്രസിലുള്ള പതാക അല്പനിമിഷങ്ങൾക്കകം ഉയർത്തും. സമ്മന്നതരായ പാർട്ടി സഖാക്കൾ മുഴുവൻ നേതൃത്വ മുഴുവനും ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങിന് എത്തിക്കഴിഞ്ഞു. വൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു വിശ്വസിക്കുന്ന MA ബേബി, അതേപോലെ വൃന്ദ കാരാട്ട്, ഇങ്ങനെയുള്ളവരുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല
കുറേ സമയം ഈ പേര് കേൾക്കുമെന്നാണ് നേതാക്കന്മാർ പറഞ്ഞത്. മാത്രമല്ല MABയുടെ അഭിപ്രായം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അഭിപ്രായമായിരുന്നു. എന്നോട് സ്നേഹമുണ്ടെന്ന് കരുതുന്ന ചില പാർട്ടി ശത്രുക്കളാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരെയാണ് അദ്ദേഹം ഉന്നം വയ്ക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും പല ആളുകളും ഇത് പ്രചരിപ്പിക്കുന്നു. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ തന്നെ ഇന്നലെയും ഒക്കെ തന്നെ MABB ജനറൽ സെക്രട്ടറി ആകുമെന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തിരുന്നു.